അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിവിടെ നമ്മൾ സ്റ്റാർട്ടർ ബേസ് വയ്ക്കാൻ പോവാണ്. നമുക്ക് തൊട്ടടുത്ത ഐറ്റൻ്റിൽ പോയിട്ട് ഇത്തിരി വുഡ് കളക്ട് ചെയ്യാം. ആ ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി വുഡ് വേണം. അപ്പോൾ നമുക്കത് കളക്ട് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വലിയ മരങ്ങളൊന്നും ഞാൻ വെട്ടുന്നില്ല. തൊട്ടടുത്ത് തന്നെയാണ് നമ്മളതിൻ്റെ ആ ഒരു ഫോറസ്റ്റ് വന്നാൽ തന്നെ. എന്നാലും ഒന്ന് കോർഡിനേറ്റ്സ് നമ്മളതിൻ്റെ ചാനലിട്ട് വെച്ചേക്കാം. കാരണം നമ്മൾ ഇതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലോസ്റ്റ് ആവണ്ട. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് ഞാനപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ചാനൽ. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് വെട്ടി തുടങ്ങണ്ട. കാരണം നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ഉണ്ടെന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് വുഡ് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ ഒരു വെട്ടിയ മരങ്ങളുടെ ഒക്കെ സാപ്ലിങ് തിരിച്ച് തന്നെ അവിടെ തന്നെ നട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ആ ഒരു ഫോറസ്റ്റ് ഒന്ന് വീണ്ടും അവിടെ തന്നെ റീജണറേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളവിടെ സാപ്ലിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു അത്യാവശ്യം വുഡ് ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഐഡൻറ്റിക്ക് പോയിട്ട് നമുക്ക് ഐഡൻറ്റിക്ക് എന്തായാലും നീന്തി പോവാം. ഇവിടെ എന്തായാലും നമുക്കൊരു ഇതുണ്ടാക്കണം കേട്ടോ. ഒരു ബ്രിഡ്ജ് നമുക്ക് ഈ ഒരു ഐലൻഡും അപ്പുറത്തെ ഐലൻഡും കണക്ട് ചെയ്യുന്ന പോലെ ഒരു ബ്രിഡ്ജ് നമുക്ക് എന്തായാലും ഉണ്ടാക്കണം. നമ്മളിവിടെ 64 സ്റ്റാക്കും 29 വുഡും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രാഫ്റ്റ് ടേബിളും ഫർണസൊക്കെ എടുക്കാം. നമുക്ക് ഫർണസ് അവിടെ ആക്കി എന്നിട്ട് നമുക്ക് ഇത്തിരി കോബിൾ സ്റ്റോൺ കുക്ക് ചെയ്യാനിടാം. കാരണം നമുക്ക് ഈ ഒരു സാധനം ലേശം കോബിൾ സ്റ്റോൺ മാത്രം നമുക്ക് കുക്ക് ചെയ്യാം. കാരണം നമുക്ക് കളക്ട് ചെയ്യണം എന്തായാലും. അല്ലെങ്കിൽ ഫുള്ളി ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു നമ്മുടെ കേവ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇത്തിരി കോള് മൈൻ ചെയ്യാം. കാരണം നമുക്ക് കോൾ എന്തായാലും വേണം. കാരണം നമ്മളിപ്പോൾ സ്മെൽറ്റ് ചെയ്തിട്ട് കോളൊക്കെ പകുതി ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ആ ഒരു കോൾ ഞാൻ കണ്ടത്. ഇത് താഴേക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കിടക്കും. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇപ്പോൾ ഇപ്പുറത്തെ ആ ഒരു വെള്ളം താഴേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത്തിരി വെയിറ്റ് ചെയ്തിട്ട് താഴേക്ക് പോകാം. അപ്പോൾ അവിടെ ഇരിക്കേണ്ട ഇത്തിരി കോള് അതൊക്കെ നമുക്ക് എടുക്കാം. കോളും വേണമെങ്കിൽ നമുക്ക് ഇത്തിരി അയണും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അയണും എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൾ ഇത്തിരി കളക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ്ട് ഇത്തിരി അയൺ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കോള അവിടെയും 2 അയണും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് എവിടെയും വഹിക്കുന്നുണ്ട് ഒരു അയൺ. പിന്നെ ഇപ്പോൾ നമുക്ക് അതൊക്കെ മൈൻ ചെയ്യാം. നിങ്ങളതിൻ്റെ മോണ്ടാജ് കണ്ടിട്ടോ. അപ്പോൾ കേസ് നമ്മൾ ആ ഒരു കോളൊക്കെ അങ്ങോട്ട് മൈൻ ചെയ്തിട്ടുണ്ടായാണ്. ഒക്കെ നമുക്കപ്പോൾ ഇവിടേക്ക് ബ്രിഡ്ജ് ചെയ്തിട്ട് നേരെ നമ്മുടെ മേലത്തെ അയൺ എടുക്കാം. അമ്മേ നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചാടി. അപ്പോൾ എന്തായാലും ഇവിടെ ഇത്തിരി നല്ല വലിയ കേവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തൊക്കെ ആയിട്ട് ഇത്തിരി കോള് വീണ്ടും കാണാണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷെയ്ഡേഴ്സ് മെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡേഴ്സാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കിട്ടുമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ മതി. മെല്ലോ എന്നാണ് അതിൻ്റെ ഷെയ്ഡേഴ്സിൻ്റെ പേര്. ഫൈറ്റ് ഒക്കെ ക്രീപ്പർ മോൺസ്റ്ററിൻ്റെ ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഈ വേൾഡിൽ. ഓക്കെ, അപ്പോൾ അപ്പുറത്തേക്ക് ഒരു റെവീനാണെന്ന് തോന്നുന്നത്. അപ്പുറത്ത് ഒരു സ്പൈഡർ ഇപ്പം തന്നെ വീണ് ചത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റപ്പ് ചെയ്യാം. ഇനി അണ്ണന്മാർ സ്പോണാവണ്ട. താഴേക്ക് നമുക്ക് ഡീപ് ഫ്ലൈറ്റ് വരെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അയണൊക്കെ മൈൻ ചെയ്തെടുക്കാം. മൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ അയൺ മൈൻ ചെയ്യുമ്പോഴും വല്ല അണ്ണന്മാരൊക്കെ വന്നിട്ട് നമ്മൾ അടിച്ചു കൊല്ലുക.
ഓക്കെ, അപ്പോൾ നമ്മൾ ബേബി സോംബി വരും. ഇവിടെയും കൂടി മൂടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഇത്തിരി അയണുണ്ട്. നമുക്ക് അത് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഈ ഒരു വീഡിയോ കാണാണ്ട് പിന്നെ ഞാൻ മറന്നു പോകും ഈ ഒരു അയൺ ഇവിടെ ഉണ്ടായതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അയൺ ഒക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇത്തിരി കോള് എടുക്കേണ്ടത്. പിന്നെ ഇപ്പുറത്തും ഒരു കേവ് ഉണ്ട്, ഒരു സോംബി ഉണ്ട്, അതിനെ പറ്റിക്കാം. വട അയ്യോ പറ്റിച്ചു പോയി. അപ്പോൾ എന്നെ അടിക്കാൻ വരുന്നു നമ്മളോടാ കളി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തിരി കോളും കൂടിയും ഇവിടെ ഉണ്ട്, അപ്പോൾ അത് കൊടുക്കാം. ഞാൻ മേലേക്ക് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അപ്പോൾ നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇത്തിരി സുഹൃത്തിനുണ്ട്, അതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ രാത്രി ഉണ്ട് കേസ്. അപ്പോൾ നമുക്ക് ഒരു ഒറ്റ ഓട്ടോ ഇടാം. എന്നിട്ട് അവിടെ അണ്ണന്മാരൊക്കെ സ്പോൺ അതിൻ്റെ നമ്മുടെ ബെഡിൻ്റെ അപ്പുറത്ത് അണ്ണന്മാർ സ്പോൺ അതിൻ്റെ ഒന്ന് ദൈവത്തിനറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവൻ്റെ സ്കെലി അണ്ണന്മാരൊക്കെ സ്പോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഒരു സോംബി സ്പോൺ ഉണ്ട്. പക്ഷെ നമുക്ക് അവനെ ഇത്തിരി തൊട്ട് അടുത്തേക്ക് അപ്പുറത്തേക്ക് അങ്ങോട്ട് ഇതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അവനെ അടിച്ചു തരണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വരുന്ന തുടങ്ങണം. ഒരു സോംബി നമ്മൾ നോക്കിയിട്ടുണ്ട്. അയ്യോ പെട്ടെന്ന് തുടങ്ങി അവൻ വെച്ച്. അയ്യോ ഓക്കെ, പോട ചട അങ്ങനെ അവൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വന്നേക്കണം. ഓക്കെ, അപ്പോൾ അവിടെ 2 സ്കെലിട്ടന്മാരും ചത്തുണ്ട്. നമുക്ക് അവരെ ബോണ് പോയിട്ട് കളക്ട് ചെയ്യാം. നമുക്ക് 19 അയൺ കിട്ടിയിട്ടുണ്ട്, പിന്നെ 36 കോളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഇവിടെ നമുക്ക് ഇത്തിരി കൂടിയും കോള് വയ്ക്കാം. അത് സ്റ്റോൺ അതാവട്ടെ. നമ്മളതിൻ്റെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇത്തിരി സ്റ്റോൺ ബ്രിക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ പണീൻ്റെ ഇടയിൽ സ്റ്റോൺ കുക്ക് ചെയ്യാൻ ഇടേണ്ടി വരും. നമുക്ക് ഇത്തിരി ഒരു എന്താ പറയുക, നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ഒരു നമ്മുടെ ഇൻവെൻറ്ററി ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് 19 റോ ബീഫും 15 മട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 20 പോർക്ക് ചോപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കുക്കഡാക്കണത്. അപ്പോൾ നമുക്കപ്പോൾ വീട് പണി എന്തായാലും ഇപ്പം തന്നെ തുടങ്ങണം. കാരണം നമുക്ക് ഈ ഒരു സ്റ്റോണൊക്കെ ഒന്ന് ബ്രിക്കാക്കിയിട്ട് ഇപ്പം തന്നെ തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് ബാക്ക് 2 മോഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലാഷ് ബാക്കും റീപ്ലേ മോഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റീപ്ലേ ഉണ്ടാവുക. കറൻ്റ് നമ്മൾ അപ്പുറത്തെ ഐലൻഡിൽ പോയിട്ട് സ്റ്റോം മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത്തിരി അയൺ കിട്ടിയിട്ടുണ്ട്. ഒരു 2 പീസായി. അപ്പോൾ 60. അപ്പോൾ നമ്മൾ ആ മൈനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റോണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ രാത്രിന്ന് ഞാൻ ഈ ഒരു അവിടെ നമ്മുടെ ബെഡിൻ്റെ അടുത്ത് കുറേ സോംബീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ബെഡും ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു റിവറിൻ്റെ താഴെ മുങ്ങിക്കിടന്നിട്ടാണ് ഉറങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതവിടെ ഒരു സ്കെലിട്ടൻ അവിടെ വെള്ളത്തിൽ കയറിയിട്ടുണ്ട്, അവനെ നമുക്ക് കൊല്ലാം.
കഴിക്കാം. വേണ്ടേ നമുക്ക് അപ്പോൾ 64 3 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം സ്മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു സ്റ്റോൺ ബ്രിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കണേ ജാതി ലുക്ക്. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്ക് ഈ ഒരു വീടിന് ഇത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സും നിങ്ങളുടെ ഒരു കമൻറ്റുകളിലൂടെയാണ് കിട്ടാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും സ്മോക്കറും ഫർണസൊക്കെ ഈ ഒരു സ്റ്റോൺ കട്ടർ ഞാൻ ഒരു സ്റ്റോൺ ബ്രിക്കാക്കാൻ വേണ്ടി ബ്രിക്കിൻ്റെ സ്റ്റെയർ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ വേൾഡിൻ്റെ ഫസ്റ്റ് ടൈം ആ ഒരു ഇതാണ് സ്റ്റോൺ കട്ടറിലേക്കാണ് പോയത്.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളെൻ്റെ ആ ഒരു കമൻസൊക്കെ താഴെ പോകുന്നോട്ടെ. അതുവരെ ഇറ്റ്സ് മീ ആർക്ക് സൈനിങ് ഔട്ട്. ബൈ.